ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് SCERT പാഠപുസ്തകമാണ്. 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയത്തിൽ എന്താണ് ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളതാണ് എന്താണ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത്. നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങി. നമ്മൾ എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിച്ചു, ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം എന്താണ് നമ്മൾ റഷ്യൻ റവല്യൂഷനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഒരു ചെറിയ പോർഷനായിട്ട് നമ്മൾ എന്താണ് ലാറ്റിൻ അമേരിക്ക എന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഉണ്ടായത് എന്നും എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായതും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിപ്ലവമായിട്ടുള്ള ചൈനീസ് വിപ്ലവത്തെ കുറിച്ചാണ്. ചൈനീസ് വിപ്ലവത്തെ കുറിച്ചാണ്. അതായത് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ട് ചൈനയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നടത്തിയ പോരാട്ട സമരങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ചൈനീസ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. എന്തിനായിട്ടാണ്? വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായിട്ട് ആണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ പറയുന്ന ചൈനയിലെ ജനങ്ങള് നടത്തിയ സമരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവം, ചൈന എന്ന് പറയുന്ന രാജ്യം അങ്ങനെ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഒരു യൂറോപ്യൻ ശക്തിയുടെയും അധീനതയിലായിരുന്ന ഒരു രാജ്യമല്ല എന്തെന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യം. ചൈന എന്ന് പറയുന്ന രാജ്യം പരമ്പരാഗതമായിട്ട് തന്നെ രാജവംശങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളായിട്ടുള്ള ഒന്ന് മക്കാവു ഐലൻഡ് പിന്നെ ഹോങ്കോങ് എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് പൂർണ്ണമായിട്ടും ഒരു വിദേശാധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങളായിട്ടുണ്ടായിരുന്നത്. മക്കാവു പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. ഒപ്പിയം വാർ, അതായത് ഇംഗ്ലീഷുകാരും ചൈനക്കാരും തമ്മിൽ നടന്ന കറുപ്പ് യുദ്ധങ്ങൾ എന്ന് പറയുന്ന ആ യുദ്ധങ്ങളുടെ കാലഘട്ടത്തിലാണ് ഹോങ്കോങ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കീഴിലായിട്ട് മാറുന്നത്. അങ്ങനെ ഈ മക്കാവും ഹോങ്കോങ് എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങൾ മാത്രമായിരുന്നു എന്തെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു വൈദേശിക ആധിപത്യത്തിന് കീഴിലായിട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ചൈന എന്ന് പറയുന്ന അതിന്റെ മെയിൻലാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു രാജവംശത്തിന് കീഴിൽ തന്നെ ഭരിക്കപ്പെട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഈ ചൈന ഭരിച്ചിരുന്ന രാജവംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മഞ്ചു രാജവംശം എന്നുള്ളത്. ചൈന ഭരിച്ചിരുന്ന രാജവംശം അറിയപ്പെട്ടിരുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മഞ്ചു രാജവംശം. അത് ക്യുങ് എന്നൊക്കെ ശരിക്കും പറയും, ക്യുങ് ഷിങ് എന്നൊക്കെ പറയും. ക്യുങ് ഷിങ് മഞ്ചു എന്നൊക്കെ പറയുന്നത് ഈ ഒരേ രാജവംശത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോ ഈ പറയുന്ന ചൈന പൂർണ്ണമായിട്ടും ഒരു രാജ്യത്തിന് കീഴിലായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ഈ രാജവംശം ഭരിക്കുമ്പോൾ തന്നെ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും അവിടെ കച്ചവടം ചെയ്യുവാനായിട്ട് ഒരുപോലെയുള്ള അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ യൂറോപ്യന്മാരും അമേരിക്കക്കാരും, യൂറോപ്യന്മാര് ചൈനയിൽ കച്ചവടം നടത്തി ഒന്ന് പയറ്റി തെളിഞ്ഞതിനൊക്കെ ശേഷമാണ് അമേരിക്കക്കാരെന്ത് ചെയ്യുന്നത്, നല്ല വളക്കൂറുള്ള മണ്ണാണ്, കൊള്ളയടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ചൈന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചൈനയുടെ മണ്ണിലേക്ക് എന്ത് വരുന്നത് അമേരിക്കക്കാർ വരുന്നത്. അപ്പോ ഈ യൂറോപ്യന്മാരും ഈ അമേരിക്കക്കാരുമൊക്കെ രണ്ട് പ്രത്യേക നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് അവരുടേതായിട്ടുള്ള അധികാരം ഉണ്ടാക്കിയത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കറുപ്പ് പോളിസി എന്നാണ്, കറുപ്പ് വ്യാപാര നയം എന്ന് പറയും. രണ്ടാമത്തെ പോളിസിയെ വിളിക്കുന്നത് തുറന്ന വാതിൽ നയം അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി എന്നുള്ളതാണ്. ഒന്നാമത്തെ പോളിസി കറുപ്പ് വ്യാപാര നയം, രണ്ടാമത്തേത് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയും. അതായത് തുറന്ന വാതിൽ നയം. ഇവ രണ്ടും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. കറുപ്പ് വ്യാപാര നയം എന്ന് പറയുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് പട്ട്, തേയില, മൺപാത്രങ്ങൾ, ഇപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി പോലും എന്തുകൊണ്ടാണ് അതിനെ ചീനച്ചട്ടി എന്ന് വിളിക്കുന്നത്?
അത് ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ട് ചൈനയിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ചൈനയിൽ കണ്ടുപിടിക്കപ്പെട്ട് ചൈനയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംസ്കാരങ്ങൾ കൈമാറിയപ്പോ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വന്നുപെട്ട സാധനമാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ചീനച്ചട്ടി എന്ന് പറയുന്നത്, ചീനവല എന്നൊക്കെ പറയുന്നത് എന്താണ്, ചൈനീസ് സംസ്കാരത്തിൽ നിന്ന് നമ്മളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ വസ്തുക്കളാണ്. അപ്പോ നമ്മളുടെ നാട്ടിൽ അതിന് ഡിമാൻഡ് ഉണ്ടായതുപോലെ തന്നെ യൂറോപ്പിൽ ചൈനയുടെ പട്ടിന്, തേയിലയ്ക്ക്, മൺപാത്രങ്ങൾക്ക് വലിയ തോതിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ കയറ്റുമതി ഇതിലൂടെ ചൈന വൻതോതിലായിട്ട് ലാഭം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ചൈനയിൽ ഇറക്കുമതി ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും എല്ലാ സാധനങ്ങളും. പക്ഷെ അവർക്ക് തിരിച്ച് ചൈനയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനായിട്ട് എന്തുണ്ടായിരുന്നില്ല, സാധനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോ അതിന് പരിഹാരമായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടത് വൻ രീതിയിലുള്ള മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന കറുപ്പ് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന് യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത്. അങ്ങനെ ഇവര് ആവശ്യത്തിന് കറുപ്പ് ഇറക്കുമതി ചെയ്യാം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യത്തിന് കറുപ്പ് എന്ന് പറയുന്ന സംഭവം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇതിനെതിരായിട്ടൊക്കെ നടന്ന യുദ്ധങ്ങളാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞ കറുപ്പ് യുദ്ധങ്ങളൊക്കെ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ കറുപ്പ് ഇറക്കുമതി ചെയ്തു. എന്നാൽ ഇത് ചൈനയുടെ സാമൂഹിക വ്യവസ്ഥയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതായത് ചൈനയുടെ വ്യാപാരത്തെ, ഇതിന്റെ ഉപയോഗം ഈ കറുപ്പ് വ്യാപാരം മൂലം ചൈനീസ് ജനതയുടെ മാനസിക നിലയെ ഈ പറയുന്ന കറുപ്പിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടുകൂടി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ചൈനക്കാർ ഒരു അടിമത്തത്തിലായി പോയി. അതാണ് ഈ കറുപ്പ് വ്യാപാരം. അതായത് ബ്രിട്ടീഷുകാർ അങ്ങോട്ട് പട്ടും തേയിലയും കാപ്പിയും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കറുപ്പ് എന്ന് പറയുന്നത് ചൈനയുടെ മണ്ണിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. ഇനി രണ്ടാമത്തെ പോളിസി എന്ന് പറയുന്നത് തുറന്ന വാതിൽ നയമാണ്. തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ സംഭാവനയാണ്. ഞാൻ പറഞ്ഞു, അമേരിക്കക്കാർക്ക് ആദ്യ കാലഘട്ടത്തിലൊന്നും ചൈനയിൽ വലിയ പിടിപാടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ ചൈന നല്ല വിലക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൈനയുടെ മണ്ണിലേക്ക് അവരും വ്യാപാരങ്ങൾക്കായിട്ട് കടന്നു വരുന്നത്. അന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോൺ ഹേയ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തുറന്ന വാതിൽ നയം എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. തുറന്ന വാതിൽ നയം എന്നുള്ളത് ഞാൻ പറഞ്ഞു, ചൈന ഒരു രാജ്യത്തിന്റെയും കോളനി ആയിരുന്നില്ല. ഒരു രാജ്യത്തിന്റെയും കോളനി അല്ല നിലവിൽ ചൈന. അവിടെ ഭരിക്കുന്നത് മഞ്ചു രാജവംശമാണ്. ഈ മഞ്ചു രാജവംശം വിദേശ വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജവംശമാണ്. ഈ വിദേശികളായിട്ടുള്ള ആളുകൾ ചൈനയിലേക്ക് വരുമ്പോൾ ഈ രാജാക്കന്മാർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് തങ്ങളുടെ സുഖലോലുപതയിൽ ജീവിച്ചുകൊണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയാതെ ഈ പറയുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നു കൊടുക്കുന്ന സമ്മാനങ്ങളിലൊക്കെ മയങ്ങി ചൈനയിൽ കച്ചവടം ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നു. അവരവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കച്ചവടം ചെയ്യുന്നു എന്ന പേരിൽ കൊള്ളയടിക്കുകയായിരുന്നു. അപ്പോ ഈ തുറന്ന വാതിൽ നയം, ജോൺ ഹേയ് പ്രഖ്യാപിച്ച തുറന്ന വാതിൽ നയം എന്നുള്ളത് ചൈനയിൽ വ്യാപാരം നടത്തുവാൻ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന തുറന്ന വാതിൽ നയമെന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായിട്ട് വിഭജിക്കപ്പെട്ടു. അമേരിക്കക്ക് ചൈനയിൽ ഇടപെടുവാനായിട്ട് അവസരം ഒരുക്കുക എന്നതായിരുന്നു എന്ന് പറയുന്നത് ഈ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, രാജവംശം എന്ന് പറയുന്നത് മഞ്ചു അല്ലെങ്കിൽ ക്യുങ് എന്നൊക്കെ പറയുന്ന രാജവംശമാണ് ഭരിക്കുന്നത്. ഈ രാജവംശം ഈ ബ്രിട്ടീഷുകാർക്കും അല്ലെങ്കിൽ അമേരിക്കക്കാർക്കും മറ്റുള്ള യൂറോപ്യൻസിനൊക്കെ കച്ചവടം ചെയ്യുന്നതിനായിട്ട് ഒരുപാട് അനുവാദങ്ങൾ കൊടുക്കുന്നു. പക്ഷേ അത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടക്കാരെയൊക്കെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോ തുടക്ക കാലഘട്ടം മുതൽ തന്നെ ചൈനയിൽ ഈ രാജവംശത്തിനെതിരായിട്ട് ജനങ്ങൾ
കലാപങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു കലാപമാണ് എന്തെന്ന് പറയുന്നത് 1900 നടന്ന ബോക്സർ കലാപം എന്ന് പറയുന്നത്. ബോക്സർ കലാപം എന്ന് പറയുന്നത് മഞ്ജു രാജവംശത്തിനെതിരായും എന്താണ് അവരുടെ നാട്ടിലുള്ള വൈദേശിക ശക്തികൾക്കെതിരായിക്കൊണ്ടും ചൈനയിൽ 1900 നടന്ന ഒരു കലാപത്തിന്റെ പേരാണ് ബോക്സർ കലാപം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആ കലാപത്തിന് ബോക്സർ കലാപം എന്ന പേര് വന്നത്? എന്തുകൊണ്ടാണ് ആ കലാപത്തിന് ബോക്സർ കലാപം എന്ന് പേര് വന്നത്? കാരണം ആ കലാപത്തിന്റെ മുദ്രയായിട്ട് അല്ലെങ്കിൽ ആ കലാപത്തിന്റെ ചിഹ്നമായിട്ട് അവർ ഉപയോഗിച്ചത് എന്താണ്? ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. എന്താണ്? കലാപത്തിന്റെ മുദ്രയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ആ കലാപം എന്തെന്ന് അറിയപ്പെടുന്നത്? ബോക്സർ കലാപം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന മഞ്ജു രാജവംശത്തിലെ രാജാക്കന്മാർ എന്ത് ചെയ്തു? അവർ വിദേശികളായിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന ബോക്സർ കലാപത്തെ എന്ത് ചെയ്യുകയായിരുന്നു? അടിച്ചമർത്തുകയായിരുന്നു. അപ്പോ ഇങ്ങനെ ഇവര് ഈ കലാപത്തെ അടിച്ചമർത്തിയെങ്കിൽ പോലും എന്താണ് പിൽക്കാലത്ത് ചൈനയിൽ നടന്ന വിപ്ലവങ്ങൾക്ക് എന്ത് ചെയ്തു? ഈ കലാപം ഒരു പ്രേരിതമായിട്ടുള്ള ഒരു ഘടകമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്താണ്? ബോക്സർ കലാപം അവർ അടിച്ചമർത്തി. എന്നാലും എന്താണ് പിന്നീട് അവിടെ നടന്നിട്ടുള്ള എന്താണ് വിപ്ലവങ്ങൾക്ക് എന്താണ് അതൊരു പ്രചോദനമായി ഈ ബോക്സർ കലാപം എന്ത് ചെയ്യുന്നു? മാറുകയാണ് ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ജു രാജവംശത്തിന്റെ ഭരണം നടക്കുന്നു, ജനജീവിതം ദുസ്സഹമായിട്ട് മാറുന്നു. ഈ കാലഘട്ടത്ത് ചൈനയിൽ നിന്ന് പുറത്തുപോയി പഠിച്ച എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലഭിച്ച ഒരു ചൈനീസ് പൗരനായിട്ടുള്ള ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചൈനയുടെ മണ്ണിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം ആ നാട്ടിൽ എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു. കുമ്മിങ് താങ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. സൺ യാറ്റ്സൻ രൂപീകരിച്ച പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? കുമ്മിങ് താങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുകയും ഈ പൊളിറ്റിക്കൽ പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറയുന്ന മഞ്ജു രാജവംശത്തിനെതിരായിട്ടും എന്ത് ചെയ്യുന്നു? മഞ്ജു രാജവംശത്തിനും അവരുടെ നാട്ടിലുള്ള വിദേശ ശക്തികൾക്കും എതിരായിട്ട് 1911 എന്ത് ചെയ്യുന്നു? ചൈനയിൽ ഒരു വിപ്ലവം നടത്തുന്നു. ആരാണ് നടത്തുന്നത്? ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നടത്തുന്നത്. വർഷം ഏതാണ്? 1911. മഞ്ജു രാജവംശത്തിനെതിരായിട്ട് ചൈനയിൽ നടന്ന വിപ്ലവമാണ് എന്നു പറയുന്നത് ഈ 1911 നടന്ന ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത്. ഈ വിപ്ലവത്തിന്റെ പരിണിത ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഈ പറയുന്ന മഞ്ജു രാജവംശത്തിന് എന്ത് ചെയ്യുന്നു? അധികാരം നഷ്ടപ്പെടുകയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒറ്റയ്ക്കല്ല ഈ വിപ്ലവം നടത്തിയത്. ആ കാലഘട്ടത്ത് മഞ്ജു രാജവംശത്തിലെ ആർമിയിലെ എന്താണ് ജനറൽ ആയിരുന്ന യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൺ യാറ്റ്സൻ ഈ കലാപം നടത്തുന്നത് അല്ലെങ്കിൽ ഈ വിപ്ലവം നടത്തുന്നത്. അങ്ങനെ 1911 എന്ത് ചെയ്യുന്നു? ഈ വിപ്ലവം നടത്തി. ഈ പട്ടാളം മുഴുവനായിട്ട് വിപ്ലവകാരികളുടെ ഒപ്പമായിരുന്നു. കാരണം എന്തായിരുന്നു? യുവാൻ ഷിക്കായ് എന്ന് പറയുന്ന അവരുടെ ജനറൽ സൺ യാറ്റ്സനൊപ്പമായിരുന്നു. അതുകൊണ്ട് എന്താണ് ഈ പട്ടാളക്കാരും ഇവരുടെ ഒപ്പമായി ലാസ്റ്റ് നിക്ക് കളിയില്ലാതെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ക്യുങ് രാജവംശം അല്ലെങ്കിൽ മഞ്ജു രാജവംശത്തിന് എന്ത് ചെയ്യുന്നു? അധികാരം നഷ്ടപ്പെടുന്നു. ഈ അധികാരം നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ രാജാവ് അല്ലെങ്കിൽ ക്യുങ് രാജവംശത്തിലെ അല്ലെങ്കിൽ മഞ്ജു രാജവംശത്തിലെ രാജാവ് എന്ന് പറയുന്നത് പൂയി എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അപ്പോ പൂയി രാജാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് 11 വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെടുന്നു. 1912 എന്ത് ചെയ്യുന്നു? 11 എന്താണ് വിപ്ലവം നടന്ന് അധികാരം നഷ്ടപ്പെടുമ്പോൾ തന്നെ ഒരു താൽക്കാലിക ഗവൺമെന്റ് സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. തുടർന്ന് 1912 ചൈനയിൽ ഇലക്ഷൻ നടക്കുകയും 1912 ചൈനയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നു? ഡോക്ടർ സൺ യാറ്റ്സൻ വരികയും ചൈന എന്തായി മാറുന്നു? ചൈന ഒരു റിപ്പബ്ലിക്കായി മാറുന്നു. അത് എന്താണ്? ചൈന ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. എന്താണ് റിപ്പബ്ലിക് എന്നുള്ളത് നമ്മൾ പല ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഒരിക്കൽ കൂടി പറയാം. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്നാൽ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഭരണ തലവനുള്ള രാജ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്. ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ്.
ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക് അല്ല, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് അല്ല. എന്തുകൊണ്ടാണ്? അവിടെ പ്രധാനമന്ത്രിയുണ്ട്, ജനാധിപത്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ ഭരണത്തലവൻ, നാമമാത്രമായ അധികാരമുള്ളൂ എങ്കിലും എന്താണ്, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് ആരാണ്? കിങ് ഓർ ക്യൂൻ ആണ്. എന്താണ്? കിങ് ഓർ ക്യൂൻ ആണ്. അതുകൊണ്ട് എന്താണ് ബ്രിട്ടൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യം എന്തല്ല? റിപ്പബ്ലിക് അല്ല. അങ്ങനെ 1912 എന്തായി മാറുന്നു? ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു റിപ്പബ്ലിക് ആയി മാറുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഈ പറയുന്ന സൺയാറ്റ്സെനും ഞാൻ പറഞ്ഞ യുവാൻ ഷിക്കായും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നു. അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് ഈ 12 മുതൽ 1916 വരെ ചൈനയിൽ നടക്കുന്നത് എന്താണ്? റിപ്പബ്ലിക് എന്നുള്ള പേരിൽ ഒരു ഏകാധിപത്യ ഭരണം തന്നെയായിരുന്നു. പ്രസിഡന്റ് ആയിട്ട് സൺയാറ്റ്സെൻ ഉണ്ട്, പക്ഷെ ഭരിക്കുന്നത് ആരാണ്? ഭരിക്കുന്നത് യുവാൻ ഷിക്കായി ആണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കീഴിലാണ് ആർമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ സപ്പോർട്ട് ഉണ്ട് ആർമിയുടേത്. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അങ്ങനെ യുവാൻ ഷിക്കായി എന്ത് ചെയ്യുന്നു? യുവാൻ ഷിക്കായി ഒരു ഏകാധിപതിയെ പോലെ റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ എന്ത് ചെയ്യുന്നു? ആ പേരിൽ ഒരു ഏകാധിപതി എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. അങ്ങനെ 1916 ആയപ്പോ യുവാൻ ഷിക്കായി അന്തരിക്കുന്നു. യുവാൻ ഷിക്കായി അന്തരിക്കുന്നതോട് കൂടി വീണ്ടും അധികാരം എന്നുള്ളത് ആരിലേക്ക് വന്നെത്തുന്നു? വീണ്ടും അധികാരം എന്നുള്ളത് സൺയാറ്റ്സെനിലേക്ക് വന്നെത്തുന്നു. അദ്ദേഹം അവിടെ കുറെ പരിഷ്കാരങ്ങൾ ചൈനയിൽ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നു. ഉദാഹരണമായിട്ട് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. അതായത് ദേശീയത, സന്യാസിന്റെ ആശയങ്ങളാണ് ഇവയെല്ലാം. ദേശീയത എന്ന് പറയുന്നത് എന്താണ്? മഞ്ചൂറിയൻ പ്രദേശക്കാരായിട്ടുള്ള മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക എന്നുള്ളതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്നുള്ളതാണ്. സോഷ്യലിസം എന്താണ്? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായിട്ട് വിതരണം ചെയ്യുകയും എന്നുള്ളതാണ്. അപ്പൊ സൺയാറ്റ്സെൻ വീണ്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പൊടിതട്ടിയെടുത്ത യുവാൻ ഷിക്കായിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അധികാരം വീണ്ടും ചൈനയിൽ എന്ത് ചെയ്യുന്നു? ഊട്ടിയുറപ്പിക്കുന്നു. ആ കാലഘട്ടത്ത് ചൈന നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ഈ ലാൻഡ് ലോർഡുമാരെന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ്, ഭൂപ്രഭുക്കന്മാരെന്നുള്ളത്. ഓരോ പ്രവിശ്യകളും എന്താണ്? ഭൂപ്രഭുക്കന്മാരുടെ കീഴിലായിരുന്നു. ഇവർക്ക് ചെറിയ ചെറിയ സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു അവസ്ഥ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഏക ചൈനയെ രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു സൺയാറ്റ്സെനിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ സൺയാറ്റ്സെൻ എന്ത് ചെയ്യുന്നു? ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ 1921 ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? 1921 മെയ് 4-ാം തീയതി കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം ചൈനയുടെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ചൈനയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1924 മെയ് 4-ാം മാസം എന്ത് ചെയ്യപ്പെടുന്നു? രൂപീകരിക്കപ്പെടുന്നു. അപ്പോ ഈ പറയുന്ന സൺയാറ്റ്സെന്റെ കുമിങ്ടാങ് കക്ഷിയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഏക ചൈനയെ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ എന്താണ്, ഒരു ഒറ്റ ആയിട്ടുള്ള ഈ വാർലോഡുകൾക്ക് എന്താണ് അധികാരമില്ലാത്ത ഒരു ഒറ്റ ചൈനയെ ഉണ്ടാക്കുന്നതിനായിട്ട് ആര് ശ്രമിക്കുന്നു? ഈ പറയുന്ന സൺയാറ്റ്സെനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, അല്ലെങ്കിൽ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്ത് ചെയ്യുന്നു? ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താങ് പാർട്ടിയും ചേർന്നുകൊണ്ട് എന്താണ് അതായത് ഭൂപ്രഭുക്കന്മാരുടെ എന്ത് ചെയ്യുന്നു? യുദ്ധപ്രഭുക്കന്മാരുടെ അധികാരങ്ങൾ ഓരോന്നായിട്ട് തുറക്കുന്നു. പ്രവിശ്യകൾ എന്ത് ചെയ്യുന്നു? ഒറ്റ ചൈനയുടെ ഭാഗമാക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ എന്ത് ചെയ്യുന്നത്? ഈ സൺയാറ്റ്സെൻ എന്ന് പറയുന്ന ചൈനയുടെ ആദ്യത്തെ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് 1925 അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം മരണമടയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അന്തരിക്കുന്നു. അങ്ങനെ എന്താണ്? ഈ സൺയാറ്റ്സെൻ അന്തരിക്കുന്നു. ഈ സൺയാറ്റ്സെൻ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പകരമായിട്ട് കുമിങ്താങ് കക്ഷിയുടെ അധികാരത്തിലേക്ക് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിയാങ് കൈഷക് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ്. ആരാണ്? ചിയാങ് കൈഷക് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നു. അപ്പോ ഈ ചിയാങ് കൈഷക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത്? ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. അദ്ദേഹം വീണ്ടും
ചൈനയിൽ ഒരു സൈനിക ഏകാധിപത്യം നടപ്പിലാക്കുന്നു. എന്ത് ചെയ്യുന്നു അദ്ദേഹം? സൈനിക ഏകാധിപത്യം എന്നുള്ളത് ചൈനയിൽ ആര് നടപ്പിലാക്കുന്നു? സൺ യാൻസെന്നിന്റെ പിന്മുറക്കാരനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വരുന്ന ചിയാങ് കൈഷക് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ചൈനയിൽ വീണ്ടും ഒരു സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിക്കുന്നു. ഇവിടെ മുതൽ ഈ കുമ്മിങ്താങ് കക്ഷി എന്ന് പറയുന്ന പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്താണ്? രണ്ടു വശങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലായിട്ട് തിരിയുന്നതിന് കാരണമായി മാറുന്നു. കാരണം ഞാൻ പറഞ്ഞു, സൺ യാൻസൻ എന്ന് പറയുന്നത് എന്താണ്? ചൈനയുടെ മണ്ണിൽ നിന്ന് വിദേശ ശക്തികളെ ഓടിക്കണം, എന്താണ്, മഞ്ജു രാജവംശത്തെ ഓടിക്കണം, ഭൂപ്രഭുക്കന്മാരെയൊക്കെ എന്താണ് തകർത്തെറിഞ്ഞൊരു ഏക ചൈന രൂപീകരിക്കണം എന്നുള്ള എന്താണ് ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായി വന്ന ചിയാങ് കൈഷക് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഈ യുദ്ധപ്രമുഖന്മാരെ എന്താണ് സുഖിപ്പിക്കുന്നതിനായിട്ട് നടപടികൾ സ്വീകരിക്കുന്നു. മാത്രമല്ല ചൈനയിൽ യഥേഷ്ടമായിട്ട് ബിസിനസ് തുടങ്ങുവാനായിട്ട് കൽക്കരി വ്യവസായങ്ങൾ, ഇരുമ്പ് വ്യവസായം, ബാങ്കിങ് വ്യവസായം ഇവയൊക്കെ നടത്തുന്നതിനായിട്ട് അമേരിക്കക്കാർക്കും മറ്റു യൂറോപ്യൻ ആളുകൾക്കുമൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ചിയാങ് കൈഷക് വീണ്ടും ചൈനയുടെ മണ്ണിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു. തുടർന്ന് വീണ്ടും എന്താണ്? അപ്പോ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരായിട്ട് എതിർപ്പുകൾ ഉണ്ടാകുന്നു. അപ്പോ ചിയാങ് കൈഷക് അദ്ദേഹത്തിന്റെ ആർമിയെ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചമർത്തുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു ഈ കാലഘട്ടത്തിൽ. ഇതേ സമയത്ത് അപ്പോ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരും കുമ്മിങ്താങ്ങുകളും തമ്മിൽ എന്താണ്? പരസ്പരം ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഒരു ആഭ്യന്തര കലാപം എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ചൈനയിൽ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ ആഭ്യന്തര കലാപ കാലഘട്ടത്താണ് എന്ത് ചെയ്യുന്നത്? മാവോ സേതുങ് എന്ന് പറയുന്ന എന്താണ് ചൈനീസ് വിപ്ലവ ചരിത്രത്തിലെ എന്താണ് ചൈനക്കാരുടെ എന്താണ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റായ മാവോ സേതുങ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഒരു നേതാവായിട്ട് ഉയർന്നു വരുന്നു. അപ്പോ പല സ്ഥലങ്ങളിലും എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ, അതായത് കുമ്മിങ്താങ് പാർട്ടിക്കാരും അല്ലെങ്കിൽ കുമ്മിങ്താങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക സേനയും എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിസ്റ്റുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരോട് എന്താണ് നേരിടണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു സൈനിക ശക്തി കമ്മ്യൂണിസ്റ്റുകൾക്കും ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ അവരെന്തുണ്ടാക്കുന്നു? അങ്ങനെ അവരെ ഉണ്ടാക്കുന്ന ആർമിയാണ് റെഡ് ആർമി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കുന്ന ആർമിയാണ് റെഡ് ആർമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആഭ്യന്തര കലാപം അല്ലെങ്കിൽ ആഭ്യന്തര കലഹം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതോട് കൂടി എന്താണ്? ജപ്പാൻ എന്ന് പറയുന്ന മറ്റൊരു സാമ്രാജ്യത്വ ശക്തി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ചൈനയുടെ മണ്ണിൽ അധികാരം ഉറപ്പിക്കുവാൻ പല സ്ഥലങ്ങളിൽ നിന്ന് ചൈനയെ എന്ത് ചെയ്യുന്നു? ആക്രമിക്കുന്നു. അപ്പോ ആദ്യം എന്ത് ചെയ്യണം? ഈ ജപ്പാൻകാരെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമ്മിങ്താങ് പാർട്ടിയും എന്ത് ചെയ്യുന്നു? ഇവര് പരസ്പരമുള്ള ആഭ്യന്തര യുദ്ധം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ജപ്പാനോട് എന്ത് ചെയ്യുന്നു? ഇവര് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. രണ്ടാം ലോക മഹായുദ്ധം എന്ത് ചെയ്യുന്നു? അവസാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു കഴിയുന്ന അതേ നിമിഷം തന്നെ അപ്പോ ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മാവോ സേതുങ് എന്താണ്? അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് ഉയർന്നു വരുമ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ ചരിത്രത്തിൽ എന്ത് ചെയ്യുന്നത്? ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. എന്താണ് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്? 1934 എന്ത് ചെയ്യുന്നു? ഈ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള 80,000-ഓളം വരുന്ന റെഡ് ആർമി അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? തെക്കൻ ചൈനയിലേക്ക് യാങ്സിയ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഏകദേശം ഒരു 12,000 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു? ഇവർ ആയുധങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ 12,000 കിലോമീറ്റർ ആയുധങ്ങളുമായിട്ട് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇവര് വെറുതെ സഞ്ചരിക്കുകയല്ല ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ പോകുന്ന വഴിക്ക് ഈ ഭൂവുടമകളുടെ കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുന്നു. അതെന്ത് ചെയ്യുന്നു? കർഷകരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. അവിടെ എന്താണ്? തൊഴിലാളികളെ ചേർത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഭരണ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ മുന്നേറുന്നത്. ഈ 80,000 പേര് ഈ പറയുന്ന 12,000 കിലോമീറ്റർ സഞ്ചരിക്കുന്നു മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചരിത്രത്തിൽ
ലോങ് മാർച്ച് എന്ന് പറയുന്നത് ഈ മാർച്ച് അവസാനിക്കുമ്പോൾ ഏകദേശം 80,000 പേരുണ്ടായിരുന്ന സൈന്യം അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് ആർമി എന്നുള്ളത് ഏകദേശം യാത്ര അവസാനിക്കാറാവുമ്പോൾ വെറും 8,000 അംഗസംഖ്യ മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു, ചുരുങ്ങുകയാണ് ഉണ്ടായത്. അപ്പോ ഈ ലോങ് മാർച്ച് കൂടി കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ചൈനക്കാർക്കിടയിൽ അല്ലെങ്കിൽ ചൈനയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, മാവോ സേതുങ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു വലിയ നേതാവായിട്ട് മാറുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് എന്താണ്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പാർട്ടിയാണെന്നുള്ള ഒരു വിശ്വാസം എന്തുണ്ടാകുന്നു, അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ പറയുന്ന ലോങ് മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ എന്താണ്, ആഭ്യന്തര കലാപം നിർത്തി ഇവർ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. അപ്പോ ഈ ആഭ്യന്തര കലാപത്തെ എന്ത് ചെയ്യുന്നു, നിർത്തിയിട്ട് രാജ്യത്തിന് വേണ്ടി എന്താണ് കമ്മ്യൂണിസ്റ്റുകൾ യുദ്ധം കൂടി ചെയ്തു കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം വലുതായിട്ട് കൂടുന്നു. അങ്ങനെ ആ വിശ്വാസം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, 1949 എന്ത് ചെയ്യുന്നു, മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ചൈനയിൽ എന്ത് ചെയ്യുന്നു, അതൊരു പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് പ്രഖ്യാപിക്കുന്നു. 1949 ഒക്ടോബർ 1-നാണ് എന്ത് ചെയ്യുന്നത്, ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയത്, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയായിട്ട് മാറുന്നത്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ആര് വരുന്നു, അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാവോ സേതുങ് വരുന്നു. അപ്പൊ അതുവരെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ചിയാങ് കൈഷക് എന്ത് ചെയ്യുന്നു, ചിയാങ് കൈഷക് അവിടെ നിന്നും മാറിയിട്ട്, അതായത് ഈ പറയുന്ന ചൈനയുടെ മെയിൻലാൻഡിൽ നിന്നും അതിന്റെ ഏറ്റവും അടിവശത്തുള്ള എന്ത് ചെയ്യുന്നു, തായ്വാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയും ഈ തായ്വാനിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ ചൈനയുടെ അധികാരികൾ, എന്താണ്, ഞങ്ങളാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞുകൊണ്ട് തായ്വാനിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നു, ഭരണം നടത്തുകയൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയാണ് ചൈനയിൽ എന്തുണ്ടാകുന്നത്, രണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാകുന്നു, രണ്ടാമത് എന്താണ്, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാകുന്നു. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ സൺയാസൻ. റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ സൺയാസൻ എന്ന് പറയുന്നത്. പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ എന്താണ്, ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് മാവോ സേതുങ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ ഈ തായ്വാനിൽ ഇരിക്കുന്ന പീപ്പിൾ റിപ്പബ്ലിക് ആർമിയെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ചിരുന്നത്. എന്നാൽ ഒരു 70-75 കാലഘട്ടങ്ങളാകുന്നതോടുകൂടി എന്ത് ചെയ്യുന്നു, ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മനസ്സിലാകുന്നു എന്താണ്, ഇവരുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല, മെയിൻലാൻഡ് എന്ന് പറയുന്നത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്, അവരുമായി നിന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പടിഞ്ഞാറൻ രാജ്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്വീകരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ ഈ ചൈന പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുന്നത് ആ സമയത്താണ്. അപ്പൊ അതുവരെ എന്താണ്, രണ്ട് ചൈനയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചൈനക്ക് എന്തുകൊണ്ട് UNO എന്ന് പറയുന്ന ഇതിൽ എന്താണ് വീറ്റോ പവർ ലഭിച്ചു എന്നുള്ളത്, ചൈന എന്ന് പറയുന്നത് എന്താണ്, രണ്ടാം ലോക മഹായുദ്ധത്ത് ഏഷ്യൻ വൻകരയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തിയായിരുന്നു ജപ്പാൻ. ജപ്പാനെ വളരെയേറെ പ്രതിരോധിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു രാജ്യമായിരുന്നു ജപ്പാൻ എന്ന് ചൈന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് UNOയിൽ എന്ത് ചെയ്യുന്നത്, ഈ വീറ്റോ പവറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അത് ആദ്യം റിപ്പബ്ലിക് ഓഫ് ചൈനക്കായിരുന്നു, പിന്നീട് UN ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ഇതോടുകൂടി ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം എന്താകുന്നു, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ചൈനീസ് റവല്യൂഷൻ ഇത്രയുമാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആണ്, കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. പക്ഷെ എന്താണ്, നിങ്ങളെ ഇപ്പോ നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ എന്താണ്, ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ 1 മാർക്കിന്റെ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്താണ്, ഇത് പഠിച്ചാൽ അല്ലെങ്കിൽ ഈ 5 വിപ്ലവങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോ നമ്മളുടെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. എന്താണ് ആദ്യത്തെ ചാപ്റ്റർ, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളതായിരുന്നു. ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്.
രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോകം 20ാം നൂറ്റാണ്ടിലാണ്. എന്താണ്? വേൾഡ് ഇൻ 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ട്. 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 1900 മുതൽ എന്താണ് 2000 വരെയുള്ള കാലഘട്ടത്തെയാണ് എന്തെന്ന് പറയുക 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. എന്താണ്? 1900 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ 20ാം നൂറ്റാണ്ടിലെ ഒരു ലോകത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം മനസ്സിലാക്കണം. ഈ കിടപ്പ് മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 20ാം നൂറ്റാണ്ട് 2 വിനാശകരമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് എന്താണ് സാക്ഷ്യം വഹിച്ച ഒരു നൂറ്റാണ്ടാണ് എന്തെന്ന് പറയുന്നത് 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണത്തിന് കാരണമായിട്ടുള്ള 1ാം ലോക മഹായുദ്ധവും 2ാം ലോക മഹായുദ്ധവും നടന്നത് ഏത് കാലഘട്ടത്താണ്? 20ാം നൂറ്റാണ്ടിലാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ 1ാം ലോക മഹായുദ്ധം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന 20ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ എന്താണ് 20ാം നൂറ്റാണ്ടിലെ ലോകം എന്താണ് അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ് എന്തുകൊണ്ടാണ് 1ാം ലോക മഹായുദ്ധം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കുക, ഇത് പഴയ ആഫ്രിക്കയുടെ പടമാണ്. ഇത് എന്താണോ ഓരോ രാജ്യങ്ങളും ആഫ്രിക്കയെ എന്താണ് യൂറോപ്പിന്റെ ശക്തികളും എന്താണ് ആഫ്രിക്കയുടെ അവരുടെ സ്ഥലങ്ങളായിട്ട് എന്താണ് വിഭജിച്ച് എടുക്കുകയാണ് ഉണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ഈ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറയുന്ന ആഫ്രിക്കയെയും ഏഷ്യയെയും അങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കയും ഒക്കെ എന്ത് ചെയ്തത് അവരുടെ കോളനികളാക്കി മാറ്റിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് 18ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എന്താണ് 18ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ എന്താണ് ബ്രിട്ടനിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടനിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണ് എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. അതായത് എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ തുടർന്നുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എന്താണ്? ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആരുണ്ടാകണം? അവിടെ ഒരു മുതലാളി വേണം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ വേണം. അങ്ങനെ മുതലാളിമാരുണ്ടാകാൻ തുടങ്ങി. ഈ മുതലാളിമാർ അവരുടെ കയ്യിലുള്ള മൂലധനങ്ങൾ എന്ത് ചെയ്തു? ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്ത് എന്ത് ചെയ്തു? അവർ ലാഭം ഉണ്ടാക്കുന്നതിനായിട്ട് തുടങ്ങി. അപ്പോ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുതലാളിമാരുടെ താല്പര്യങ്ങൾ എന്തെന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും പ്രോഫിറ്റ് ആണ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് മുതലാളിമാരുടെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോ ഈ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ഉൾപ്പെടെ എല്ലാവരും പണിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഈ മുതലാളിമാർ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റുകളും സ്ഥാപനങ്ങളും ബിസിനസ് സംരംഭങ്ങളും ആരംഭിക്കുന്നു. ബ്രിട്ടനിൽ തുടങ്ങിയ ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന സംഭവം പിന്നീട് എങ്ങോട്ട് മാറ്റപ്പെടുന്നു? യൂറോപ്പിന്റെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടനിൽ ഉണ്ടായതുപോലെ തന്നെ എന്താണ് മുതലാളിമാർ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഉണ്ടാവുന്നു. അവരവരുടെ മൂലധനം സംരംഭങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് ബിസിനസിന് വേണ്ടി മുടക്കുന്നു. ഈ ലാഭം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ കൂട്ടുന്നു. എന്താണ്? ലാഭം കൂടുന്നതിനനുസരിച്ച് ഇവരെന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ കൂട്ടുന്നു. എന്നാൽ ഈ പ്രൊഡക്ഷൻ ഒരു പരിധി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഇവരുടെ നാട്ടിൽ എന്താണ് ഇവരുടെ ആവശ്യത്തിനും ഇവരുടെ നാട്ടിൽ കൊടുക്കുന്ന ആവശ്യത്തിനും കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങൾ ബാക്കി വരികയാണ്. സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്ത് വേണ്ടി വരും? ഇവർക്ക് മറ്റൊരു മാർക്കറ്റ് തേടേണ്ടതായിട്ട് വരും. ഇങ്ങനെ മറ്റൊരു മാർക്കറ്റ് തേടുന്നതിന് വേണ്ടി തന്നെയാണ് ഇവരെന്താണ് പല രാജാക്കന്മാരുടെയും അനുഗ്രഹ ആശീസ്സുകളോട് കൂടിയിട്ട് എന്താണ് പുതിയ പുതിയ ഭൂപ്രദേശങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ഒരു പായ്ക്കപ്പലും എടുത്ത് ബ്രിട്ടീഷുകാര് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ യൂറോപ്യന്മാര് ഇറങ്ങുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? അങ്ങനെ അതിനു വേണ്ടിയിട്ട് പുതിയ മാർക്കറ്റ് തേടിയുള്ള ഇവരുടെ യാത്രയുടെ ഭാഗമായിട്ട് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇവരുടെ കീഴിലായിട്ട് മാറുന്നു. ഇവരുടെ കീഴിലായിട്ട് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ കച്ചവട ബിസിനസ്സുകാർ അതാണ് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ട് ഈ പ്രദേശങ്ങളൊക്കെ ആദ്യം മാറുന്നു.
നിങ്ങൾക്കറിയാം, ഇന്ത്യ കീഴടക്കിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ഒരു കമ്പനിയാണ്. ബ്രിട്ടീഷ് രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കീഴടക്കുന്നത്. അത് മറിച്ച് എന്താണ്, ഒരു കമ്പനിയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഫേം. അതായത് നമ്മൾ ഒരു 5 പേര് തുടങ്ങിയിട്ട് കച്ചവടം നടത്താനായിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുന്നു. ഈ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് അത് പിന്നീട് ബ്രിട്ടീഷ് ക്യൂനിന്റെ കീഴിലേക്കൊക്കെ ആയിട്ട് മാറുന്നത്. ആദ്യം ഒരു കുറച്ച് ബ്രിട്ടീഷുകാർ ചേർന്ന് ഇന്ത്യയിൽ എന്താണ് കച്ചവടം നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. എന്താണ്, ആദ്യം കച്ചവടത്തിന് വരുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ എന്താണ് ഇവരുടെ രാഷ്ട്രീയ അധികാരങ്ങളും സൈനിക ശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, സാമ്പത്തിക ചൂഷണം നടത്തുന്നു. പിന്നീട് ഈ കച്ചവടത്തിന് വന്ന ഇവരുടെ കോളനികളായിട്ട് ഈ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെയുള്ള പല രാജ്യങ്ങളും മാറുകയാണ് ഉണ്ടായത്. അപ്പോ ഈ ലാറ്റിൻ അമേരിക്കയിലും അല്ലെങ്കിൽ ഏഷ്യയിലും ഒക്കെയുള്ള ഇവരുടെ കോളനികളെ ഇവർ കണ്ടിരുന്നത് വെറുതെ എന്താണ്, ഇവരുടെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സ്ഥലങ്ങളായിട്ട്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു വെറും സ്ഥലങ്ങളായിട്ട് മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, ഈ കോളനികളെയൊക്കെ ഇവര് കണ്ടിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ തന്നെ എന്താണ്, ഈ മുതലാളിത്തത്തിന്റെ ചൂഷണം കൊണ്ട് എന്ത് ചെയ്യുന്നു, തൊഴിലാളി സംഘടനകൾ ഉണ്ടാകുന്നു. പല പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നു, ഈ യൂറോപ്യന്മാര് നേരിടേണ്ടി വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ അവരുടെ എന്ത് ചെയ്യുന്നു, അവരുടെ ലാഭം എന്ന് പറയുന്നത് പയ്യെ കുറയുവാനായിട്ട് തുടങ്ങി. അപ്പോ ഇവരെ നോക്കുമ്പോ ഇവര് പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ ഇവർ ചെയ്തിരുന്നത് എന്താണ്, ബ്രിട്ടൻ ആണെങ്കിൽ ബ്രിട്ടനിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഇന്ത്യ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കോളനി ആയിട്ടുള്ള ആഫ്രിക്കയിലുള്ള രാജ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കും. അവിടെ നിന്നുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് ബ്രിട്ടനിലോട്ട് അസംസ്കൃത വസ്തുക്കളും മറ്റു സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യും, കൊണ്ടുപോയിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. ഈ പരിപാടിയാണ് നടന്നിരുന്നത്. സ്വാഭാവികമായിട്ടും ഇവര് ഈ കോളനികൾ കണ്ടപ്പോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചപ്പോ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടേക്ക് ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. ഇവർക്കൊക്കെ എന്താണ്, വളരെ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. എന്താണ്, വളരെ കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. അപ്പോ എന്തുകൊണ്ടും ഈ ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിക്കൂടെ. ഇവിടെ ആവുമ്പോ എന്താണ്, കുറഞ്ഞ കൂലി കൊടുത്താൽ മതി. പിന്നെ ഈ റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കപ്പലിൽ കയറ്റിയിട്ട് ബ്രിട്ടനിൽ കൊണ്ടുപോകണം, എന്നിട്ട് ഉണ്ടാക്കണം, അവിടെ നിന്ന് സാധനം തിരിച്ച് ഇവിടെ കൊണ്ടുവരണം, എക്സ്പെൻസീവ് ആണ്. സ്വാഭാവികമായിട്ടും ഈ സാധനങ്ങൾ ഇവിടെ തന്നെ ഇവരുടെ കോളനിയിൽ തന്നെ കിട്ടും. ഇവിടെ തന്നെ ചീപ്പായിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്. അപ്പോ എന്തുകൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ ബ്രിട്ടനിൽ കൊണ്ടുപോയി ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് തങ്ങളുടെ കീഴിൽ ഈ കോളനികളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കി വിതരണം ചെയ്തുകൂടാ? അപ്പൊ എന്ത് കുറയും, ഇവർക്ക് പല രീതിയിലുള്ള എക്സ്പെൻസുകൾ കുറയും എന്നെന്ത് ചെയ്തു, ഇവര് മനസ്സിലാക്കി. അങ്ങനെ മുതലാളിത്തം എന്നുള്ളത് ഇമ്പീരിയലിസത്തിലേക്ക് ചുവടുമാറുകയാണ് അതോടുകൂടി ഉണ്ടാകുന്നത്. അതാണ് മുതലാളിത്തം എന്നുള്ളത് സാമ്രാജ്യത്വത്തിലേക്ക് കുടിയേറുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു, മുതലാളിത്തം എന്താണ്, മുതലാളിയെ ബേസ് ചെയ്യുന്ന ഒരു ഭരണക്രമമാണ് എന്ന് പറയുന്നത് മുതലാളിത്തം. എന്നാൽ ഈ മുതലാളി എന്താണ്, ബ്രിട്ടനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ഈ ബ്രിട്ടനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഇത് കൊണ്ടുവന്നിട്ട് കോളനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കോളനികളിൽ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണെന്ന് പറയുക സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. നോക്കുക, കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതികളുടെ ഘട്ടം സാമ്രാജ്യത്വം എന്ന് പറയുന്നു. അതായത് ആദ്യം മൂലധനം എവിടെയായിരുന്നു, ബ്രിട്ടനിലായിരുന്നു മുതലാളിമാർ മുടക്കിയിരുന്നത്. എന്നാൽ പിന്നെ എന്ത് ചെയ്തു, ഇത് കൊണ്ടുവന്ന് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള കോളനികളിൽ അവരെന്ത് ചെയ്തു, ഈ മൂലധനം മുടക്കി അവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ തുടങ്ങി. ഇതിനെയാണ് എന്തെന്ന് പറയുക, സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. കോളനികളിലേക്കുള്ള ഈ പറയുന്ന മൂലധനത്തിന്റെ കയറ്റുമതിയുടെ ഘട്ടത്തെ എന്തെന്ന് പറയുന്നു, സാമ്രാജ്യത്വം എന്ന് പറയുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം എന്ന് പറയുന്നത് എന്താണ്, സാമ്രാജ്യത്വത്തിന്റെ സവിശേഷതയാണ്. നിയമവ്യവസ്ഥ, ഭരണ സംവിധാനം, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്, കോളനികളിൽ സാമ്രാജ്യ ശക്തികൾ അവരുടെ ചൂഷണങ്ങൾ എന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കിയത്. അപ്പോ
ആദ്യം തന്നെ സംഭവിക്കുന്നത് എന്താണ്? മുതലാളിത്തത്തിൽ നിന്ന് ഈ പറയുന്ന മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തന്നെ എന്തായി മാറി? സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അടക്കി ഭരിക്കുവാനും കീഴ്പ്പെടുത്തുവാനും കോളനികൾ സ്ഥാപിക്കുവാനുമായിട്ട് എന്ത് ചെയ്തു? തുടങ്ങി. അപ്പോ ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് സ്വാഭാവികമായിട്ട് കോളനികളെ പലതരത്തിൽ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. എങ്ങനെയാണ് സാമ്രാജ്യത്വം കോളനികളെ എഫക്ട് ചെയ്തത് എന്നാണ് താഴെ പറയുന്നത്. നോക്കുക, വെറുതെ വായിച്ചു നോക്കിയാൽ മതി, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട സംഭവങ്ങളല്ല. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തകർക്കപ്പെട്ടു. ഭരണരീതിയും നിയമവ്യവസ്ഥകളും മാറ്റിമറിക്കപ്പെട്ടു. നിർബന്ധിത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് കൂടുതലായിട്ടും കർഷകർ കൃഷി ചെയ്തിരുന്നത് നെല്ല്, ഗോതമ്പ്, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി പകരമായി എന്ത് ചെയ്തു? അവർ കാഷ് ക്രോപ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ചെയ്യിപ്പിക്കാൻ, നിർബന്ധിതമായിട്ട് കൃഷി ചെയ്യിക്കാൻ തുടങ്ങി. അതായത് പരുത്തിയാണെങ്കിലും നിലമാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കർഷകരെ കൊണ്ട് നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിക്കുവാനായിട്ട് തുടങ്ങി. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ഇതുമൂലം ഇവർക്ക് ദാരിദ്ര്യമുണ്ടായി. കാരണം ഇവർക്ക് ഭക്ഷണത്തിനുള്ളതെല്ലാം ഇവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരുന്നതാണ്. അവിടെ പകരം പരുത്തിയും മറ്റുള്ള സാധനങ്ങളും നാണ്യവിളകൾ എന്ത് ചെയ്തു? നടേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ കുടുംബങ്ങളിൽ എന്തായി? ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായി. പിന്നെ പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? ബ്രിട്ടനും അതുപോലെയുള്ള യൂറോപ്യൻ ശക്തികളും എന്ത് ചെയ്തു? കൊള്ളയടിച്ചു. തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തകർക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തകർക്കപ്പെടൽ മാത്രമല്ല, നമ്മളെ കുറെ കൂടി പോസിറ്റീവായിട്ട് ഉള്ള ചിന്താരീതികൾ നൽകുവാനും ബ്രിട്ടീഷ് വിദ്യാഭ്യാസം നമ്മളെ സഹായിച്ചു. അവരറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ പോലും എന്താണ് അവരുടെ ആ വിദ്യാഭ്യാസ രീതി, അല്ലെങ്കിൽ എന്താണ് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചെയ്തു? നമുക്കും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങിയത് നമുക്ക് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടി എന്താണ്? അപ്പോ കോളനികൾ എന്താണ്? പല രാജ്യങ്ങൾ, പല യൂറോപ്യൻ രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും എന്താണ് ഇങ്ങനെ കോളനികൾ ഉണ്ടാക്കുകയാണ്. കോളനികൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ്? ഇവര് തമ്മിൽ സ്വാഭാവികമായിട്ടും സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് തുടങ്ങി? പരസ്പരം ഈ സാമ്രാജ്യത്വ ശക്തികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? തല്ലുപിടിക്കുന്നതിനായിട്ട് തുടങ്ങി. ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ കോളനിവൽക്കരണമായിരുന്നു. എന്താണ്? മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോളനികൾക്ക് വേണ്ടി എന്താണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? യുദ്ധം ചെയ്യുവാൻ അല്ലെങ്കിൽ തല്ലുകൂടുവാനായിട്ട് തുടങ്ങി. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ അധികാരത്തെ ചൊല്ലിക്കൊണ്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്താണ് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കർണാടിക് യുദ്ധങ്ങൾ എന്നൊക്കെയാണ് പറയുന്ന യുദ്ധങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ എന്താണ് വിദേശ ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്ന പോർഷനിലേക്ക് കടക്കുകയാണ്. നോക്ക, ഫസ്റ്റ് പോയിന്റ് തന്നെ ഇതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ ഉള്ള തർക്കങ്ങൾ എന്ത് ചെയ്തു? ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. ഇതാണ് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത്. എന്ത് ചെയ്തു? ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. അപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും ഇവർക്കിടയിൽ ഒരു ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും എന്ത് ചെയ്യാണ്? തിരിച്ചറിയുവാനായിട്ട് എന്താണ് അവർക്ക് ഒരു കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇതേ സാഹചര്യത്തിൽ തന്നെ എന്തുണ്ടാകുന്നു? ചില രാജ്യങ്ങൾ, സമാന മനസ്ഥിതിയുള്ള അല്ലെങ്കിൽ എന്താണ് സഹകരിച്ചു പോകാൻ കഴിയുന്ന ചില രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാകുന്നു? ചില സഖ്യങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത് ത്രികക്ഷി സഖ്യവും എന്താണ് ത്രികക്ഷി സൗഹാർദ്ദവും, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും. നോക്കാം, ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ്? ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടായിരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ഓസ്ട്രിയ ഹംഗറി അന്ന് ഒറ്റ രാജ്യമായിരുന്നു. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇങ്ങനെ 3 ഇതാണെന്ന് പറയുന്നത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇത്തരം ഒരു സഖ്യങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് തന്നെ
യൂറോപ്പിൽ എന്ത് കൊണ്ടുവന്നു? ഒരു യുദ്ധം ഉണ്ടാകുന്നതിനുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഇവർ പരസ്പരം എന്ത് ചെയ്തു? വളരെ വിനാശകരമായിട്ടുള്ള പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ഒക്കെ ചെയ്തു. അപ്പോ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ സഖ്യമുണ്ടാക്കിയതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർ പരസ്പരം അടിയായിരുന്നു. എന്തിന്? കോളനികൾക്ക് വേണ്ടി. ഇനി മൂന്നാമതുണ്ടായ ഒരു സംഭവമാണ്, ഇത് നിങ്ങൾ PSC പഠിക്കാൻ പഠിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലും ഇന്നത്തെ നമ്മളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇനി പറയാൻ പോകുന്നത്. തീവ്രദേശീയത. തീവ്രദേശീയത, അഗ്രസീവ് നാഷണലിസം. എന്താണ് തീവ്രദേശീയത? നാഷണലിസവും അഗ്രസീവ് നാഷണലിസവും തമ്മിൽ ഒരു ചെറിയ നേർത്ത വരമ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ നാഷണലിസം, അഗ്രസീവ് നാഷണലിസം പറയുന്നവനും പറയുന്നത് ഞാൻ പറയുന്നത് ദേശീയതയാണെന്നാണ്. അവന്റെ വിചാരം അവൻ പറയുന്നത് ദേശീയതയാണെന്നാണ്. ദേശീയതയും ഈ അഗ്രസീവ് ദേശീയതയും അല്ലെങ്കിൽ എന്താണ് തീവ്ര ദേശീയതയും തമ്മിൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു അങ്ങോട്ടോ മറ്റേ പപ്പു പറയണമല്ലോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞു പോയാൽ കഴിഞ്ഞു എന്നുള്ള അവസ്ഥയാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. പലർക്കും എന്താണ് ദേശീയത, എന്താണ് അഗ്രസീവ് നാഷണലിസം എന്നുള്ളത് പലർക്കും കൃത്യമായിട്ട് മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ സംഭവം. എന്റെ രാജ്യം നല്ലതാണ്, എനിക്ക് എന്റെ രാജ്യത്ത് ഇഷ്ടമാണ്, എനിക്ക് എന്റെ രാജ്യത്തോട് ബഹുമാനമാണ്, എന്റെ രാജ്യം വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എന്റെ രാജ്യം ലോകത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഉയർന്ന് നല്ലൊരു നിലയിലെത്തണം, നല്ലൊരു ജീവിതം ഇതുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ നാഷണലിസം അല്ലെങ്കിൽ ദേശീയത എന്ന് പറയും. എന്താണ്? എന്റെ രാജ്യത്ത് എനിക്ക് ഇഷ്ടമാണ്, എന്റെ രാജ്യം നല്ലൊരു രാജ്യമാണ്, എന്റെ രാജ്യം എന്ത് ചെയ്യണം? വളർച്ച നേടണം, ഉയരണം, മറ്റുള്ള ലോകരാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് എന്റെ രാജ്യം എത്തണം എന്ന് ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, എല്ലാ വ്യക്തികളും അത് ആഗ്രഹിക്കണം. അതെന്താണ്? അത് ദേശീയത എന്നാണ് അതിനെ പറയുക, നാഷണലിസം എന്നാണ് അതിനെ പറയുക. രണ്ട്, അഗ്രസീവ് നാഷണലിസം എന്നാൽ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ മറ്റൊരു വകഭേദം കൂടിയാണ്. എന്താണ്? എന്റെ രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റുള്ള രാജ്യം ഒന്നുമല്ല. ഏത്? എന്റെ രാജ്യമാണ് ഏറ്റവും വലുത്. മറ്റോടത്ത് പറഞ്ഞത് എന്താണ്? എന്റെ രാജ്യം വലുതാണ്, എന്റെ രാജ്യത്ത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, എന്റെ രാജ്യമാണ് ഏറ്റവും വലുത്, മറ്റേ അപ്പുറത്തെ രാജ്യമൊന്നും പോരാ. നമ്മളുടെ രാജ്യത്തിനോട് മത്സരിക്കുന്ന ആളുകളെ ചവിട്ടിക്കൂട്ടണം, അടിച്ചൊതുക്കണം. ഈ ഒരു ചിന്താഗതിയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. ഇന്നത്തെ ഇന്ത്യക്കാർക്ക് ഏറ്റവും വേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ അവരുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം ആണെന്ന് പല ഇന്ത്യക്കാർക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒന്നാമത് അഭിപ്രായം പറയാൻ പോകാറില്ല, കാരണം പല ആളുകളും പല ടൈപ്പിലാണ് അതിനോട് പ്രതികരിക്കുക എന്നുള്ളത്. പക്ഷെ എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ഇത് എടുത്തുകൊണ്ട് അത് ക്ലാസ്സിൽ പറയുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കുക. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? തള്ളിക്കളയുക. അപ്പൊ തീവ്ര ദേശീയത എന്നുള്ളത് ഒരു അപകടം പിടിച്ച പണിയാണ്. ഈ തീവ്ര ദേശീയതയാണ് ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് കാരണമായിട്ടുള്ള മറ്റൊരു സംഭവം. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നാശത്തിലേക്കും കൂട്ടക്കുരുതിയിലേക്കും മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? ഈ അഗ്രസീവ് നാഷണലിസം വഴിതെളിക്കുകയുള്ളൂ. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഇപ്പോ ജനപിന്തുണയുണ്ട് എന്നുള്ളത് ഒരു ഭരണാധികാരി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ആ ഭരണാധികാരി നല്ലൊരാളായതുകൊണ്ട് മാത്രം ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്തുണയ്ക്കുന്നു എന്നുള്ള അർത്ഥമില്ല. ചിലപ്പോൾ ജനങ്ങൾ മുഴുവൻ ചീത്തയായതുകൊണ്ട് ഒരു ചീത്ത ഭരണാധികാരിയെ പിന്തുണയ്ക്കും. ഉദാഹരണം ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധികാരി ജർമ്മനിക്കകത്ത് മറ്റേത് ഭരണാധികാരികളെക്കാളും ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അവരുടെ രാജ്യത്ത് അദ്ദേഹം ഹീറോ ആയിരുന്നു. ഈസ് ഹീറോ. ആ ടൈമിൽ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഹീറോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് ഈ അഗ്രസീവ് നാഷണലിസം ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അഗ്രസീവ് നാഷണലിസം മനുഷ്യരെ പരസ്പരം തമ്മിൽ തെറ്റിച്ച് ഭൂരിപക്ഷം നിൽക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് അവരുടെ ആളായിട്ട് നിന്ന് രാജ്യത്ത് ഞങ്ങൾ വലിയ സംഭവമാണെന്നൊക്കെ കാണിച്ച് പിന്നീട് പക്ഷെ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഭാവിയിൽ ഇവരൊക്കെ പിന്നീട് ജനങ്ങളാൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ചരിത്ര വസ്തുതയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അഗ്രസീവ് നാഷണലിസം കൊണ്ടൊന്നും ഒരു രാജ്യം ലോകത്തിന്റെ ശക്തിയായിട്ടൊന്നും വളരുകയോ
അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. മാറ്റങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോൾ എന്താണ് സാമ്പത്തികമായിട്ടും ഇതൊക്കെ ഉയരും. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം എന്നുള്ളത്. അപ്പൊ മറ്റൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെ എല്ലാ തെറ്റിനെയും ന്യായീകരിക്കും. രാജ്യം ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന തെറ്റാണല്ലോ. രാജ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. ഇവിടുത്തെ ഭരണകൂടം ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ രാജ്യസ്നേഹം എന്നുള്ളത് ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളതല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഭരണകൂടങ്ങളുടെ തെറ്റുകളെ വിമർശിക്കുവാൻ കൂടി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് രാജ്യസ്നേഹവും എന്താണ് ദേശീയതയും ഒക്കെ അതുകൂടി ഉൾപ്പെടുന്നതാണ്. അല്ലാതെ ഭരണകർത്താക്കൾ ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ ഓ എന്റെ രാജ്യം സൂപ്പർ, എന്ത് തോന്നിവാസം കാണിച്ചാലും ഓ ഞങ്ങൾ അടിപൊളി, കർഷകരെ തല്ലിക്കൂട്ടിയാലും ഓ അത് അവന്മാര് സമരം ചെയ്യാൻ പോയിട്ടല്ലേ, അടി വേണം, രാജ്യത്തെ എതിർക്കാൻ നിൽക്കുന്നു, രാജ്യദ്രോഹികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ പറയുന്ന തീവ്ര ദേശീയത എന്ന് പറയുന്ന സംഭവത്തിന്റെ ലിസ്റ്റിൽ വരും. എന്താണ് സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുക, പിന്നെന്താണ് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ എന്റെ രാജ്യം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് കരുതുക, പിന്നെന്താണ് സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് തീവ്ര ദേശീയതയുടെ അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി ഈ അഗ്രസീവ് നാഷണലിസത്തിൽ എന്താണ് അതിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പാൻസ്ലാവ് പ്രസ്ഥാനം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കുവാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് പാൻ സ്ലാവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും എന്താണ് സ്വാധീനം ഉറപ്പിക്കുന്നതിനായിട്ട് ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ എന്ത് ചെയ്യുക, ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഇനി പ്രതികാര പ്രസ്ഥാനം, അതായത് റിവെഞ്ച് മൂവ്മെന്റ്. 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് എന്താണ് അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു, കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായിട്ട് എന്താണ് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഒന്നാം ലോക മഹായുദ്ധമാണ് നോക്കുന്നത്. കോളനികൾ എന്താണ് സ്വന്തമായിട്ട് കോളനികൾ രൂപീകരിക്കുന്നതിന് ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുണ്ടായ തർക്കങ്ങൾ എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ഒരു കാരണമായി. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അഗ്രസീവ് നാഷണലിസം ആണ്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് കാണുക. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും എന്താണ് മറ്റുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, നമ്മള് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.